നമ്മൾ ഇന്നുള്ളത് പാലക്കാട് കുഴൽമന്നം സാൻ ജോൺ നഴ്സിംഗ് കോളേജിലാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഫ്രണ്ടായിട്ട് ഒരു റൈഡിന് പോകുന്നതാണ്. അപ്പോഴാണ് ഈ നഴ്സിംഗ് കോളേജിൽ ബാക്കി കാണുന്ന ബിൽഡിംഗ് മൊമെൻറ്റം പ്രൊജക്ട്സിൻ്റെ ഒരു വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വർക്ക് കണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ എല്ലാവരെയും ഒന്ന് അതിനെക്കുറിച്ച് പരിചയപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ ജോഷി സാറാണ്. അതുപോലെ തന്നെ മൊമെൻറ്റം പ്രൊജക്ട്സിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജർ ഷാലിൻ. ഇത് സൈറ്റ് ഇൻചാർജ് ജോഷി സാർ. ഒരു ഇൻട്രൊഡക്ഷൻ പറയൂ സാറിൻ്റെ. ഞാനിപ്പോൾ നമ്മുടെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 30-35 കൊല്ലമായി. നമ്മൾക്ക് ഇവരെ നേരത്തെ തൊട്ട് തന്നെ അറിയാം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിന് വേണ്ടിയിട്ട് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, നല്ല വർക്കാണ്, കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള നീക്കങ്ങളാണ് അവർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ക്ലാസ് റൂമുകൾ പാർട്ടീഷൻ ചെയ്യുന്നു, ഭിത്തി കെട്ടാതെ പാനൽ ബോർഡ് വെച്ച് പാർട്ടീഷൻ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, കോളേജും ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഫ്യൂച്ചറിൽ ഞങ്ങൾ ക്ലാസ് റൂമുകൾ മാറ്റുകയോ ലാഭാക്കുകയോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ടീഷൻ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. പക്ഷേ നമ്മൾ ബ്രിക്ക് വെച്ച് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊളിച്ച് കളയണമെങ്കിൽ ഭയങ്കര റിസ്ക് ആണ്. അതുകൊണ്ട് കാരണം ഇത് റീ യൂസബിൾ ആയിട്ടുള്ളതായതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്. ഓക്കെ, അപ്പോൾ പിന്നെ വർക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കഴിയും. ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു 3, 4, 5 ദിവസങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത്രയും പാർട്ടീഷൻ ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എത്ര ഫ്ലോർ ഏകദേശം വർക്ക് കഴിഞ്ഞു? ഇപ്പൊ നമ്മളിപ്പോ ഗ്രൗണ്ട് പ്ലസ് 3 ആണ് ഇത്. നമ്മളെ പിന്നെ 2 ഫ്ലോറിലെ 3 ഫ്ലോറിലെ പാർട്ടീഷൻ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും? ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 5 ദിവസം കൊണ്ട് അവർ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത്രയും ഡേ നൈറ്റ് ഒക്കെ പരിപാടി തീർക്കുന്നുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. നല്ല വർക്കേഴ്സും ആണ്. നല്ല വർക്ക്. അപ്പൊ നമുക്കിനി ഉള്ളിലുള്ള ആ വർക്കിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം. അപ്പോൾ കമോൺ. അപ്പോൾ നമ്മളിപ്പോൾ അവർ ചെയ്ത വർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഇതാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്ന വർക്ക്. ഇത് ഏകദേശം ഒരു 7.5 മീറ്ററോളം നീളമുണ്ട്. ഇത് ഞാൻ വന്നതിന് ശേഷം ചെയ്ത വർക്കാണ്. ഇതിപ്പോൾ ചെയ്ത് തീർക്കാൻ ഏകദേശം ഒരു 2.5 മണിക്കൂറോളം കൊണ്ട് ഇത്രയും ഭാഗം അവർ ചെയ്ത് തീർത്തു. ഇനി ഇതിനകത്ത് വരുന്നത് ഈ ഗ്യാപ്പ് ഫില്ലിങ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പെയിന്റ് വേണം. പെയിന്റ് ഇത്രയും വർക്ക് ചെയ്യുന്നതിന് ബാക്കിയുള്ളൂ. ഇത്രയും വർക്ക് ചെയ്യാൻ ഏകദേശം എടുത്തത് 2.5 മണിക്കൂറാണ്. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓൾമോസ്റ്റ് ഫിനിഷ് ആറായി. നമ്മൾ നേരത്തെ കണ്ടിരുന്നു ആ വർക്ക് നടക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ മൊമെൻറ്റം പ്രൊജക്ടിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജർ ഷാലൻ കൂടെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു വോളും ഏകദേശം 2.5 മണിക്കൂറോളം എടുത്ത് കംപ്ലീറ്റ് ആകാറായി. ഇനിയിപ്പോൾ ഗ്യാപ്പ് ഫില്ലിങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതന്നെ ബാക്കിയുള്ളൂ. അപ്പോൾ വളരെ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വന്നെത്തിയിട്ട് 7 മീറ്റർ. ഇതും എത്ര മീറ്റർ ഉണ്ട്? ഇത് 8 മീറ്റർ. 8 മീറ്റർ. അപ്പോൾ അവിടെ കണ്ടതും ഏകദേശം അതും 8 സെയിം ആണ്. അപ്പോൾ 8 മീറ്ററുള്ള 2 വോള് രാവിലെ മുതൽ ഏകദേശം ഇടയ്ക്ക് കറണ്ട് പോയി. അതെ, കറണ്ട് പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഏകദേശം 3 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഏകദേശം 3-4 മണിക്കൂർ കൊണ്ട് ഈ 2 ഹോള് ഫിനിഷായി. അതെ, അത് തന്നെയാണ് ഈ ടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് അല്ലേ? പിന്നെ നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ റീയൂസബിൾ ആണ്. ഈ പാനൽ ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് അഴിച്ച് മാറ്റി വേറൊരു സെക്ഷനിലേക്ക് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പമുള്ള. ഈ ഹോള് ഏകദേശം ഫുള്ള് ആയിട്ട് ഓപ്പൺ ആക്കി ഇതെടുത്ത് അഴിച്ച് മാറ്റാം. പാനല് നമുക്ക് വേറെ എവിടെയെങ്കിലും റീയൂസ് ചെയ്യാം, ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അല്ലെ? അപ്പൊ നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഹോളിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതിപ്പോ ചെയ്യാൻ പോവാണ്. ഇത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവിടുത്തെ വർക്ക് കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചാനൽ അടിച്ചിട്ടേക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിന് ഇവിടുത്തെ ഈ ഒരു സിമന്റിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഏകദേശം ഇത് കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ 2 പാർട്ടീഷൻസ് കൂടി വരുന്നുണ്ട്. ഇതിൽ തന്നെ ഒരു 2 പാർട്ടീഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് പാനല്. ഇത് 2 ഇഞ്ച് തിക്നെസ് വരുന്ന പാനലാണ്. ഓക്കെ, ഇതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 2 ഇഞ്ചാണ്. നമുക്ക് 2 ഇഞ്ചും 3 ഇഞ്ചും പാനൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ വിട്ട് വരുന്നത് ഈ 2 അടിയാണ് ഇതിന്റെ വിട്ട് വരുന്നത്. ഈ എൻഡ് ടു എൻഡ് ആ 2 അടിയാണ് ഇതിന്റെ വിട്ട് വരുന്നത്. ഹൈറ്റ് നമുക്ക് 3 സൈസ് അവൈലബിൾ ആണ്. 8 അടി ഉണ്ട്, 9 അടി ഉണ്ട്, 10 അടി. അങ്ങനെ 3 സൈസിലാണ് ഈ പാനൽ അവൈലബിൾ ആയത്. അതെ. അപ്പൊ ഇവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ശബ്ദം പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് ഈ പാനലിനെ കുറിച്ചാണ് ഇനി നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ പാനലിനെ കുറിച്ച് നമുക്ക്
അവരുടെ എഞ്ചിനീയർ തന്നെ നമുക്ക് ചോദിക്കാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ നമുക്ക് ഇത് വരുന്നത് 50 mm ആണ് ഈ പാനലിന്റെ തിക്നെസ് വരുന്നത്. 50 mm. 50 mm പാനലാണ്. അതുപോലെ തന്നെ 75 mm പാനൽ അവൈലബിൾ ആണ്. നമുക്ക് ഇതിന്റെ വിട്ട് വരുന്നത് കോമൺ 75 ആണെങ്കിലും 50 ആണെങ്കിലും ഇതിന്റെ കോമൺ വിട്ട് വരുന്നത് എല്ലാത്തിനും സെയിം ആണ്. 600 mm ആണ് ഇതിന്റെ വിട്ട് വരുന്നത്. 600 mm ആണ് ഇതിന്റെ വിട്ട് കോമൺ ആയിട്ട് വരുന്നത്. ഹൈറ്റിൽ മാത്രം നമുക്ക് 2400 mm, 2700, അതുപോലെ 3000 mm 3 മീറ്റർ എന്നുള്ള ഹൈറ്റിലാണ്. അങ്ങനെയാണ് അതിന്റെ ഹൈറ്റ് വരുന്നത്. ഓക്കെ. ഇതിന്റെ ലൈഫിനെ കുറിച്ച് പറയാമോ പാനലിന്റെ? നമുക്ക് ലൈഫ് ലോങ് മെറ്റീരിയൽ ആണ്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ മെറ്റീരിയൽ റീയൂസബിൾ ആണ്. ഇത് പ്രത്യേകിച്ചൊന്നും ആവാനില്ല. ലൈഫ് ലോങ് മെറ്റീരിയൽ ആണ്. മഴ വെയിൽ ഒന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് ഇതിന്റെ സൈസ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഇനി ഇതിൽ വരുന്ന ബെനിഫിറ്റ്സ് ആണ്. നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു ചുമര് പാർട്ടീഷൻ ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ഈ മെറ്റീരിയൽ നമുക്ക് റീയൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ അതേപോലെ അഴിച്ചിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് ഫിക്സ് ചെയ്യണമെങ്കിൽ ഫിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ഹാള് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതൊരു റൂമായിട്ട് തന്നെ നമുക്ക് പാർട്ടീഷൻ യൂസ് ചെയ്യാം. പിന്നെ അഡീഷണൽ കാർപ്പറ്റ് ഏരിയ നമുക്ക് നോർമലി വരുന്ന 4 ഇഞ്ച് ബ്ലോക്കിന്റെ ഒക്കെ അപേക്ഷിച്ചിട്ട് 50 mm തിക്നെസ് വരുന്ന ഒരു വാള് കംപ്ലീറ്റ്ലി വരുന്ന സമയത്ത് അത്രയും കാർപ്പറ്റ് ഏരിയ നമുക്ക് അഡീഷണൽ കിട്ടുക. അപ്പോൾ നമ്മൾ വീടുകൾ ചെയ്യുമ്പോഴാണെങ്കിലും പാർട്ടീഷൻ ചെയ്യുമ്പോഴാണെങ്കിലും 3 ഇഞ്ച് അല്ലെങ്കിൽ 75 mm വരെയാണ് നമുക്ക് അതിന്റെ മാക്സിമം ഒരു തിക്നെസ് വരുന്നത് ചുമരിന്റെ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കാർപ്പറ്റ് ഏരിയ തിക്നെസ് 3 ഇഞ്ച് വരെ വരുന്നുള്ളൂ. 3 ഇഞ്ച് വരെ വരുന്നുള്ളൂ. ഓക്കെ. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ അത് സീൽഡ് ആയിട്ട് വയറിംഗും ചെയ്തു പോകാൻ പറ്റും. കൺസീൽഡ് ആയിട്ട് വയറിംഗ് ചെയ്യാം. 3 ഇഞ്ച് ആണ് എന്നുണ്ടെങ്കിൽ അതുപോലെ പ്ലംബിംഗ് എല്ലാം അതിനകത്ത് 3 ഇഞ്ചിൽ പോകും. 2 ഇഞ്ചിൽ പറ്റുമോ? ഇല്ല. 2 ഇഞ്ചിൽ നമുക്ക് ഓപ്പൺ വയറിംഗ് ചെയ്യാം. ഓപ്പൺ വയറിംഗ് മാത്രമായിട്ട് 2 ഇഞ്ചിൽ പറ്റൂല. ഇല്ലില്ല. ഓക്കെ. നമുക്ക് 2.25 ഇഞ്ചാണ് നമുക്ക് നോർമലി അതിന്റെ ഒരു ബോക്സിന്റെ തിക്നെസ് വെർട്ടിക്കൽ ബോക്സ്. അപ്പോൾ നമുക്ക് 3 ഇഞ്ചെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗം നമുക്ക് അതിനുള്ളിൽ സേഫ് ആയിട്ടിരിക്കും. 3 ഇഞ്ചിലാകുമ്പോൾ കൺസീൽഡ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റഫ് ഫിനിഷിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ജോയിന്റ് ഫില്ലർ വെച്ചിട്ട് നമ്മൾ ജോയിന്റ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു വാളാണ്. ഈ വാളുകൾ മൊത്തം ഏകദേശം അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇനി മൊത്തം പെയിന്റിങ് എല്ലാം കൂടി കഴിയുമ്പോഴത്തേനും ശരിക്കും ഇത് നമ്മൾ ഇതിൽ ചെയ്താണെന്ന് മനസ്സിലാവാതെ അതുപോലെ തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്ത് പോകും. ഓക്കെ. അപ്പൊ നമ്മള് ഈ വീഡിയോ നമ്മളൊരു പ്ലാൻ ചെയ്ത വീഡിയോ ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെതായ ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാനിത് ശരിക്കും പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതെനിക്ക് തോന്നിയുണ്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്തൊന്ന് പ്രസന്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ എടുത്തതാണ്, പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും ഏകദേശം മൊമെന്റം? കമ്പനി ഏകദേശം ഒരു 12 വർഷത്തോളമായിട്ട് ഫീൽഡിലുണ്ട്. ഞാനിപ്പോഴാണ് ശരിക്കും അറിഞ്ഞത് ഇവര് ഇതിന് മുൻപ് ഒത്തിരി പ്രൊജക്ട്സുകൾ, അതായത് ഏതൊക്കെ പ്രൊജക്ട്സുകൾ? നമ്മൾ വീടുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് ഇൻഡിപെൻഡന്റ് വീടുകളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഫാം ഹൗസുകൾ, റിസോർട്ട്സ്, പാർട്ടീഷൻ വർക്കുകൾ, അങ്ങനെ കേരള ലെവലിൽ കേരളത്തിന്റെ ഏത് ജില്ലയിലും ഏതറ്റത്ത് മൂലയ്ക്കും ഒക്കെ നമ്മൾ വർക്കുകൾ ചെയ്തു കൊടുക്കും. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് എന്ന് നമുക്ക്. അതെ. പിന്നെ ഈ റിസോർട്ടുകൾ ചെയ്യുമ്പോൾ മിക്കവാറും റിസോർട്ട്സുകളൊക്കെ ചെയ്യാനായിട്ട് മെറ്റീരിയൽസ് എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ ഇത് നമുക്ക് വളരെ ഈസിയാണ് സ്റ്റിച്ച്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഇതിനുണ്ട്. അതെ. അപ്പൊ നമ്മൾ ഇവരുടെ ഈ പറഞ്ഞ റിസോർട്ട്സ്, വീടുകൾ ഒക്കെ നമ്മൾ ആ ഒരു വീഡിയോ ഇനി ഒരിക്കൽ നമ്മൾക്ക് അടുത്ത എപ്പോഴെങ്കിലും പ്ലാൻഡ് ആയിട്ട് നമുക്ക് എപ്പോഴെങ്കിലും വിശദമായിട്ടൊരു വീഡിയോ നമുക്ക് പിന്നീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. കാരണം ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടപ്പോൾ എനിക്കും അതൊന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം അപ്പം നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അത് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും നമ്മളത് ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ സൈനിങ് ഓഫ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നമ്മളോട് ഇത്രയും നേരം ഈ ഒരു എക്സ്പീരിയൻസ് നമ്മളോട് പങ്കുവെച്ച മിസ്റ്റർ ശാലൻ, നമ്മളെന്തായാലും എൻ്റെ ഒരു താങ്ക്സ് പറയുകയാണ്. കാരണം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ അതിന് ആ ഒരു എക്സ്പീരിയൻസ് അതൊരു വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിന് താങ്ക്സ്. ഓക്കെ. നമ്മൾ അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോടെ, പ്രത്യാശയോടുകൂടി സൈനിങ് ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം ജിത്തുനാഥ്.